വിഷ്ണുവിന്റെ വാളിയപ്പുറം സംവിധാനം ചെയ്ത് ഉണ്ണിയാന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, സംവിധാനം അറിയാത്ത ഒരു സംവിധായകനാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം എന്തിനാണ് സുമതിയുടെ 2 ചെയ്യാൻ തയ്യാറായത്? നിങ്ങൾ എത്ര പേർക്ക് ഈ കോർപ്പറേഷന്റെ ഡീലർ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മളൊരു പ്രൊഡ്യൂസർ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എന്റെ പടത്തിന് കോ പ്രൊഡ്യൂസർ ആവണം എന്ന് പറയുമ്പോൾ ആ കോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പനിക്ക് മിനിമം ഇദ്ദേഹത്തിന്റെ കുറച്ച് പൈസ ഉണ്ടാവും എന്നൊരു തോന്നലുണ്ട്. അഭിലാഷ് പിള്ള എന്താണ് പറ്റിച്ചത്? അദ്ദേഹം പറഞ്ഞു, പറ്റിച്ചെന്ന് വെച്ചാൽ സിനിമ കഴിഞ്ഞ് എന്നെ വിളിക്കുമായിരുന്നു, കുറച്ചുകൂടെ കഴിയുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ പടത്തിന്റെ വേറെ പടത്തിന് പോയെന്ന്. ഞാൻ പിന്നെ പുള്ളിയുടെ വീട്ടിൽ പോയിരിക്കണം. സുമതി വളവ് എന്നൊരു സിനിമ ഒക്കെ ലാഭവും നഷ്ടമാണ് നിൽക്കട്ടെ, നഷ്ടമാണെന്ന് വെച്ചു. നഷ്ടമാണെങ്കിൽ മലയാള സിനിമയിലെ ആദ്യത്തെ നഷ്ടം വന്ന സിനിമയാണോ സുമതി വളവ്? ഇത് ഞങ്ങൾ പൈസ തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തിനാണ് വേറൊരു പ്രൊഡ്യൂസർ ബാക്കിയോട്ട് ഞങ്ങൾ ചെയ്താൽ പോരെ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇനിയും ഈ പടത്തിൽ കോ പ്രൊഡക്ഷനായിട്ട് ഞങ്ങളില്ല. സിനിമ അറിയുന്നവർക്കും സിനിമ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്യണമെങ്കിൽ അവരുടെ സാലറി സെറ്റിൽ ചെയ്യണം. ഈ സിനിമയിലെ ഒരു ആർട്ടിസ്റ്റിന് പോലും അദ്ദേഹം സാലറി സെറ്റിൽ ചെയ്തിട്ടില്ല. സത്യം പറഞ്ഞാൽ 2 ദിവസമായിട്ട് ഇത് കണ്ടിട്ട് വളരെ ഷോക്കായിട്ടിരിക്കുന്ന ആളാണ് ഞാൻ. കാരണം ഉണ്ണിമോഹന്റെ വിജയിച്ച ചിത്രങ്ങളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്യുകയും പരാജയപ്പെട്ട ചിത്രങ്ങൾക്കൊക്കെ വേറെ സംവിധാനമാകുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് എനിക്കറിയില്ല. അതിനെപ്പറ്റി സംസാരിക്കാം. അതിനു മുന്നേ ഈ വിഷയം, മുരളിച്ചാന്റെ വിഷയം, ഈ വീഡിയോ വന്നു, അദ്ദേഹത്തിന് ഈ സിനിമ നഷ്ടമാണെന്ന് പറയുന്നു, അദ്ദേഹം ഒരു കണക്ക് പറയുന്നു, അദ്ദേഹം 22 കോടി രൂപയോളം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം ഈ സിനിമ എന്ന് പറയുന്ന വ്യവസായം ഒരു സംവിധായകനോ ഒരു റൈറ്ററോ വിചാരിച്ചാൽ മാത്രം കൂട്ടുന്ന ഒരു ബഡ്ജറ്റ് അല്ല സിനിമ വ്യവസായം എന്ന് പറഞ്ഞാൽ. അതിൽ വർക്ക് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിലൊരു പ്രൊഡക്ഷൻ കൺട്രോളറുണ്ട്, പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ആളുകളുണ്ട്, ഒരു പ്രൊഡ്യൂസറുണ്ട്, ഇതൊക്കെ കൃത്യമായി ഓഡിറ്റ് ചെയ്യുന്ന ഒരു ഓഡിറ്ററുണ്ട്. അപ്പോൾ ഒരു സിനിമ 22 കോടിയായി എന്ന് അദ്ദേഹത്തിന്റെ അക്കൗണ്ട് വഴി 22 കോടി രൂപ പോയി എന്ന് പറയുമ്പോൾ അത് ഞങ്ങൾ ചെയ്തൊരു സിനിമയ്ക്ക് 22 കോടി ആയെന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ ബഡ്ജറ്റ് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉത്തരവാദിത്വം ഞങ്ങളുണ്ട്. ഈ സിനിമ എങ്ങനെ സംഭവിച്ചു എന്നത് പറഞ്ഞു തുടങ്ങിയാൽ മാത്രമേ അതിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. മാളിയപ്പുറം എന്നൊരു സിനിമ നിങ്ങളൊക്കെ കണ്ടതാണ്. ആ സിനിമ വിജയിച്ച സിനിമയാണ്. ആ സിനിമയ്ക്ക് ശേഷം ഞങ്ങൾ ഒരുമിക്കുന്ന ഒരു സിനിമയുടെ ബിസിനസ് വാല്യൂ കണ്ടിട്ടാണ് ഈ നിർമ്മാതാവ് ഞങ്ങളിലേക്ക് എത്തുന്നത്. അത് എത്തുന്ന രീതിയും ഇദ്ദേഹത്തിന്റെ സിനിമയായ നദികളിൽ സുന്ദരി യമുനയുടെ പ്രിവ്യൂ ഷോ കൊച്ചിയിൽ നടക്കുമ്പോൾ മുരളിച്ചേട്ടൻ ഞങ്ങൾ അത് ഇൻവൈറ്റ് ചെയ്തിരുന്നു. ഞാനും വിഷ്ണു ആ പടം കാണാൻ പോയി. പടം കണ്ട് ഇറങ്ങി വന്ന് ചേട്ടാ പടം നന്നായിട്ടുണ്ട്, ഉറപ്പായിട്ട് ഇത് വർക്കാവും എന്ന് പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു, അടുത്ത സിനിമ നമുക്ക് ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ രണ്ടൊരു സിനിമ പ്ലാൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ മലയാളം അല്ലാതെ മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രൈ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പൊ ഇവിടെ ഒരു സിനിമയും കൂടെ ചെയ്യണം എന്ന ആഗ്രഹത്തിൽ നിൽക്കുന്ന സമയത്താണ് എന്നാൽ പിന്നെ പടം ചെയ്യാം. അന്ന് മുരളിച്ചേട്ടനെ പറ്റിയുള്ള ഞങ്ങളുടെ ധാരണ, വെള്ളം എന്നൊരു സിനിമ നമ്മളെല്ലാം കണ്ടിട്ടുണ്ട്, അദ്ദേഹത്തെ ലൈഫ് നമ്മൾ കണ്ടിട്ടുണ്ട്, സക്സസ് ആയ ഒരു ബിസിനസ്മാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. വളരെ ചിരിച്ചുകൊണ്ട് വളരെ പോസിറ്റീവായിട്ട് ഒരു പ്രൊഡ്യൂസർ നമ്മൾ പടം ചെയ്യുന്നു എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചിട്ട് നമുക്ക് ചെയ്യാം ചേട്ടാ, ഞാൻ വിജീഷിനെ വിളിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ നമ്പർ വാങ്ങിക്കുന്നത്, ചേട്ടാ നമുക്ക് പടം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനും വിഷ്ണുവും അദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ പോവുകയും ഞങ്ങളൊരു കഥ പറയുകയും ചെയ്തു. ഞങ്ങൾ പറഞ്ഞ കഥ സുമതി വളവിന്റെ കഥയല്ല, ഞങ്ങൾ പറഞ്ഞ ജിംഗിൾ ബെൽസ് എന്ന് പറയുന്ന ഒരു സിനിമയുടെ കഥയാണ്. ഒരു 6 കോടി രൂപയോളം ബഡ്ജറ്റിൽ തീരുന്ന ആ മാളികപ്പുറത്തിലെ 2 കുട്ടികളെ, ദേവനന്ദയെയും ശ്രീപത്തിനെയും പ്ലസ് ഒരു ഹീറോയും കൂടെ വെച്ചിട്ടുള്ള ഒരു കഥയായിരുന്നു അത്. ആ കഥ കേട്ടു, അദ്ദേഹം ഇഷ്ടപ്പെട്ട് നെക്സ്റ്റ് ഡേ അദ്ദേഹം എനിക്കും വിഷ്ണുവിനും അഡ്വാൻസ് തന്നു. ഞങ്ങൾക്ക് 2 പേർക്കും 5 ലക്ഷം രൂപ വീതം അഡ്വാൻസ് തന്നു. നമ്മൾ ഈ പടം ചെയ്യുന്നെന്ന് പറയുന്നു. ബാക്കി എല്ലാ ആളുകളെയും നമ്മൾ കോർഡിനേറ്റ് ചെയ്യുന്നു, ഇതിന്റെ സ്ക്രിപ്റ്റ് ലോക്ക് ചെയ്യുന്നു. മൂകാംബികയിൽ പോയി ആ സ്ക്രിപ്റ്റ് പൂജിച്ചതിന്റെ പോസ്റ്റുകളൊക്കെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലും എന്റെ ഫേസ്ബുക്കിലും വിഷ്ണുവിന്റെ ഫേസ്ബുക്കിലുമാണ്. അതിനുശേഷം ഞങ്ങൾ തിരിച്ചു വരുന്നു. ആ സമയത്ത് സിനിമയുടെ മൊത്തത്തിലുള്ള സക്സസ് ഫോർമുലാസ് ഒന്ന് മാറി തുടങ്ങിയ സമയമായിരുന്നു. അതൊരു ത്രില്ലർ സിനിമയായിരുന്നു, ഒരു ത്രില്ലർ മൂഡിലുള്ള സിനിമയായിരുന്നു. അപ്പൊ അതാണോ ചെയ്യേണ്ടത് എന്നൊരു ഡൗട്ടിന്റെ പുറത്താണ് ഞങ്ങൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഫണ്ടില്ല. ഇദ്ദേഹം എന്നെയും വിഷ്ണുവിനെയും അന്ന് ആ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറായ സഞ്ജയ് പടിയൂരിനെയും കൊണ്ട് ദുബായിൽ പോവുകയും വിഷ്ണുവിന്റെ അമ്മയടക്കമുള്ള ആളുകൾ കണക്ട് ചെയ്ത് കൊടുത്ത കുറെ ഇൻവെസ്റ്റേഴ്സിനെ ഞങ്ങൾ ഒരുമിച്ച് പോയി കാണുകയും ഇദ്ദേഹത്തിന് വേണ്ടി ഈ സിനിമ ചെയ്യാൻ പൈസ വേണമെന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അന്നൊക്കെ ഞങ്ങളോട് പറയുന്നത് പുള്ളിയുടെ ഒരു ബിസിനസ് ഒരു പേയ്മെന്റ് വരാനുണ്ട്, അത് ഓസ്ട്രേലിയയിൽ നിന്നും US നിന്നും വരാനുള്ള പേയ്മെന്റ് ആണ്, അത് വന്നു കഴിഞ്ഞാൽ എനിക്കിതൊന്നും ആവശ്യമില്ല. വളരെ ജെനുവിനായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസറിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ തന്നെ ആ പടത്തിന് ഇൻവെസ്റ്റേഴ്സിനെ കാണാൻ അദ്ദേഹത്തിന്റെ കെയർ ഓഫിലുള്ള കുറെ ഇൻവെസ്റ്റേഴ്സിനെ അദ്ദേഹം ഞങ്ങളെ കൊണ്ടിരുത്തി ഇവർ മാളികപ്പുറത്തിന്റെ ക്രിയേറ്റീവ് പീപ്പിൾ ആണെന്ന് പറയുകയും അവരെ ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറയുമ്പോഴും ആ സിനിമ അല്ല ചെയ്യേണ്ടത് എന്നൊരു തോന്നലിലേക്കാണ് ഞങ്ങൾ നിന്നത്. ആ സമയത്താണ് ഒരു ദിവസം ഈ മുരളിച്ചേട്ടനോട് ഞാനാണ് പറയുന്നത്, മുരളിച്ചേട്ടാ 2019 ഞങ്ങൾ ചെയ്യാവുന്ന സിനിമയുണ്ട് മാളികപ്പുറത്തിന് മുന്നേ, സുമതി വളവ് എന്നൊരു സിനിമ. അതൊരു യഥാർത്ഥ സ്ഥലത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഹൊറർ സിനിമയാണ്. 2019 ആ സിനിമ അർജുൻ കേട്ടിരുന്നു. പക്ഷെ ആ 2019 അർജുനെ വെച്ചിട്ട് ആ സിനിമ ചെയ്യാൻ പ്രൊഡ്യൂസേഴ്സ് വന്നില്ല. കാരണം അന്നൊരു ബിസിനസ് വാല്യൂ ഒന്നും അർജുൻ അത്ര ഇല്ല.
അതൊരു വലിയ അത്യാവശ്യം ബഡ്ജറ്റ് ആവുന്ന ഒരു സിനിമയെന്ന് പറയുമ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ കയ്യിൽ ഒരു 3.5-4 കോടി രൂപയുണ്ട്, ഇത് വെച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്താൽ. അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ എന്തായാലും ആ സിനിമ, അന്ന് സ്ക്രിപ്റ്റ് ഫൈനലല്ല, ചേട്ടാ എന്തായാലും ആ സിനിമ 10 കോടിക്ക് അടുത്തെങ്കിലും വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്കത് നോക്കാം എന്ന് പറഞ്ഞിട്ട് പുള്ളി കഥ കേൾക്കുന്നു. കഥ കേട്ടപ്പോൾ പുള്ളി എക്സൈറ്റഡ് ആയിട്ട് പറഞ്ഞു നമ്മൾ ഈ പടം ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങളും തീരുമാനിച്ചു എന്നാൽ സുമതിയുള്ളത് ചെയ്യാം എന്ന് പറയുന്നു. ഞങ്ങൾ ഈ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ ഒരു 6-7 മാസം മുന്നേ കൊച്ചിയിൽ ഒരു വലിയ ഫംഗ്ഷൻ വെച്ചിരുന്നു, ഒരു ലോഞ്ച്. നിങ്ങൾ അവർക്ക് എല്ലാവരും വന്ന ലോഞ്ച്, അത് IMA ഹാളിൽ. ആ ലോഞ്ച് എന്ന് വെച്ചത് പോലും അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ടെന്ന് പബ്ലിക്കിനെ അറിയിക്കണമെന്നും അതുവഴി അദ്ദേഹത്തിന് ഇൻവെസ്റ്റേഴ്സിനെ കിട്ടുമെന്നും പറഞ്ഞിട്ട് തന്നെയാണ് അന്ന് ആ ലോഞ്ച് വെച്ചത്. ആ ലോഞ്ചിൽ പോലും ഞാനും വിഷ്ണുവും അടക്കമുള്ള എല്ലാവരും സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഇതൊരു വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്, അർജുൻ അശോകന്റെ കരിയറിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന സിനിമയാണ്, ഒരു നമ്പർ ഓഫ് ഡേയ്സ് പോലും അധികമാവുന്നൊരു സിനിമയാണെന്ന് പറഞ്ഞതിന് ശേഷം ഒരു 6 മാസത്തോളം ഇതിന്റെ പ്രീ പ്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോകുന്നു. ഈ സിനിമ തീരുമാനിക്കുന്നു, ഇത് ബാക്കി ആർട്ടിസ്റ്റുകളൊക്കെ തീരുമാനിക്കുന്നു. ആ സമയത്താണ് ഒരു ഷൂട്ടിംഗ് തുടങ്ങാൻ കുറച്ച് ദിവസങ്ങൾ മുന്നേ അദ്ദേഹം പറയുന്നത് എൻ്റെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപ പൈസ ഉള്ളതെന്ന് പറയുന്നു. സത്യം പറഞ്ഞാൽ ഇത്രയും ബഡ്ജറ്റിൽ വരുന്ന ഒരു സിനിമയുടെ പ്രൊഡ്യൂസർ പറയുകയാണ് എൻ്റെ അക്കൗണ്ടിൽ 25 ലക്ഷം രൂപ, പക്ഷെ പേടിക്കണ്ട എൻ്റെ പൈസ വരും എന്ന് പറയുമ്പോൾ ഈ സിനിമ നടക്കാതിരുന്നാൽ മാളിപ്പുറം ടീമിൻ്റെ ഒരു സിനിമ ഡ്രോപ്പ് ആവുന്ന അല്ലെങ്കിൽ ഡിലേ ആവുന്ന ഒരു അവസ്ഥ വരല്ലേ എന്ന് ഉറപ്പിച്ചിട്ട് അതിനു മുന്നേ വേറെ ആരോട് പറയാണ്ട് ഇദ്ദേഹമായിട്ട് പടം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഇദ്ദേഹത്തിനായിട്ട് ബാധിച്ച ഒരുപാട് പേര് വിളിച്ചിട്ട് ഇദ്ദേഹത്തിനോട് പടം ചെയ്യില്ലെന്ന് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ പോലും കുഴപ്പമില്ല, മുള്ളിച്ചേട്ടനോട് പടം ചെയ്യാം, കാരണം അദ്ദേഹം അത്ര ഡീസൻ്റ് ആയിട്ടാണ് ഞങ്ങൾക്ക് ബിഹേവ് ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു മൂത്ത ചേട്ടനെ പോലെ, നമ്മുടെ ഒരു ഫാമിലി മെമ്പറെ പോലെ തന്നെയാണ് അദ്ദേഹം നിന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഫാമിലിയായിട്ടും നല്ല ബന്ധമാണ്, ഞങ്ങളുടെ ഫാമിലിയായിട്ട് അദ്ദേഹത്തിന് നല്ല ബന്ധം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരുന്ന ആളായിരുന്നു. അപ്പോൾ ഈ ഇതിന് പൈസ ഇല്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ചെന്നൈയിലുണ്ട്, മനോജ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹം അത്യാവശ്യം സിനിമയായിട്ടും ഒക്കെ നല്ല ബന്ധമുള്ള ആളാണ്. അപ്പോൾ മനോജ് ചേട്ടനോട് സംസാരിച്ചു. മനോജ് ചേട്ടനാണ് ചെന്നൈയിലെ ഒരു വലിയ പ്രൊഡക്ഷനിൽ ഈ പ്രോജക്റ്റ് നമുക്ക് സംസാരിക്കാം, അവരെ കൂടെ കോ പ്രൊഡക്ഷനിൽ കൊണ്ടുവന്നാൽ ഈ സിനിമ കുറച്ചും കൂടി ഈസി ആയിട്ട് നടക്കും എന്ന് പറയുമ്പോൾ മുരളിച്ചേട്ടൻ അതിന് ഓക്കെ പറയുകയും ഞാനും വിഷ്ണുവും മുരളിച്ചേട്ടനും ചെന്നൈയിൽ പോവുകയും ആ ടീമിനെ കാണുകയും അവര് ഈ സിനിമ ഞങ്ങൾ കോ പ്രൊഡക്ഷൻ ചെയ്യാൻ തയ്യാറാണെന്ന് പറയുകയും അന്ന് പറഞ്ഞ ബഡ്ജറ്റിന്റെ പകുതി പൈസ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറായി. 6 കോടി രൂപയാണ് അന്ന് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവുന്നത്. അപ്പം അവരോട് ആ സമയത്തും അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, എനിക്ക് 6 കോടി രൂപയും വേണ്ടി വരില്ല, എൻ്റെ പൈസ വരും എന്ന് പറയുമ്പോൾ അവർ അത്രയും ഓക്കെയാണ്. അവർ മാളിയപ്പുറം ടീമിനോടും ഇതിന്റെ കച്ചവടം ഇത്രയാവും എന്ന് പറഞ്ഞ് അവർ ഓക്കെയാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ച് കൊച്ചിയിലെത്തുമ്പോൾ ഇദ്ദേഹം വിളിച്ച് പറയുകയാണ്, പെട്ടെന്ന് വിളിച്ചിട്ട് അവരോട് 2 കോടി രൂപ ആദ്യം ഇടാൻ പറയുമെന്ന് ചോദിച്ചു. ഈ നിങ്ങൾ എത്ര പേർക്ക് ഈ കോ പ്രൊഡക്ഷൻ്റെ ഡീലർ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. നമ്മളൊരു പ്രൊഡ്യൂസർ എന്ന് പറയുകയാണ്, നിങ്ങൾ എൻ്റെ പടത്തിന് കോ പ്രൊഡ്യൂസർ ആവണം എന്ന് പറയുമ്പോൾ ആ കോ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കമ്പനിക്ക് മിനിമം ഇദ്ദേഹത്തിൻ്റെ കുറച്ച് പൈസ ഉണ്ടാവും എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ അവരോട് ഞങ്ങൾ വിളിച്ചിട്ട് 2 കോടി ആദ്യം ഇടാൻ പറ്റുമ്പോൾ അവർ ആദ്യം നോ പറഞ്ഞു. പിന്നീട് ഇതേ മനോജ് ചേട്ടനും ഇവർ സംസാരിച്ചിട്ട് അവരതിന് വില്ലിങ് ആവുകയും 2 കോടി അവർ തരികയും ദുബായിലുള്ള പ്ലോട്ട് പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓവർസീസ് കമ്പനിയായിട്ട് സംസാരിച്ചിട്ട് വിഷ്ണുവിന്റെ സുഹൃത്തുക്കളാണ് അത് സംസാരിക്കുന്നത്. 2 കോടി ആദ്യം അവർ ഞങ്ങളോട് 2 കോടിക്ക് ഞങ്ങൾ ഈ പടം എടുക്കാം എന്ന് പറയുകയും 1 കോടി രൂപ ഷൂട്ടിന് മുന്നേ അഡ്വാൻസ് ആയിട്ട് അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്ക് അയക്കുകയും ചെയ്തു. ഈ പറഞ്ഞ തിങ് സ്റ്റുഡിയോസിന്റെ 2 കോടിയും വന്നതും അദ്ദേഹത്തിന്റെ അക്കൗണ്ടിലേക്കാണ്. ഈ പറഞ്ഞ പ്ലോട്ട് പിക്ചേഴ്സിന്റെ 1 കോടി രൂപ വന്നതും ആ അക്കൗണ്ടിലേക്കാണ്. മാളിയപ്പുറത്തെ പാട്ടുകളൊക്കെ ഹിറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ മ്യൂസിക് കമ്പനിയായിട്ട് സംസാരിച്ച്, പാട്ടുകളൊന്നും അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടില്ല, പക്ഷേ ആ മ്യൂസിക് കമ്പനിയായിട്ട് സംസാരിച്ച് 60 ലക്ഷം രൂപയോളം ഈ പടത്തിന്റെ മ്യൂസിക് റൈറ്റ്സ് ഓക്കെ പറഞ്ഞിട്ട് ഈ പടത്തിന് ഞങ്ങളെന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ് 50 ലക്ഷം രൂപ മ്യൂസിക് റൈറ്റ്സിൽ നിന്ന് ഷൂട്ടിന് മുന്നേ ഞങ്ങൾ വാങ്ങിച്ച് കൊടുക്കുകയുണ്ടായി. ആ സിനിമയുടെ പൂജ പാലക്കാട് നടന്നപ്പോൾ നിങ്ങൾ പല മീഡിയാസും വന്നിട്ടുണ്ട്. അതിന്റെ വീഡിയോസ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ആ വീഡിയോയിലും അതിൽ അന്ന് വിട്ട പോസ്റ്ററിലും നോക്കിയാൽ അറിയാം, ഞാൻ ഈ പറയുന്ന തമിഴ് പ്രൊഡക്ഷൻ കമ്പനിയുടെ ഇൻ അസോസിയേഷനിലാണ് ആ പോസ്റ്റേഴ്സ്. അവിടെ 2 പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്, 2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്. മുരളിച്ചേട്ടൻ മാത്രമല്ല, രണ്ടാമത്തെ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. അന്ന് ആ വേദിയിൽ ഞങ്ങൾ സംസാരിച്ചപ്പോൾ മീഡിയക്കാരുടെ മുന്നിൽ ഞാൻ പറഞ്ഞ വീഡിയോ ഇന്നും സോഷ്യൽ മീഡിയയിലുണ്ട്. ഇതൊരു വലിയ സിനിമയാണ്, പറഞ്ഞ ബഡ്ജറ്റിൽ തീരുമെന്ന് പോലും അറിയില്ല, 90 ദിവസത്തിനടുത്ത് ഷൂട്ട് വരുന്ന ഒരു സിനിമ, ഏകദേശം 15 കോടിക്ക് 20 കോടിക്ക് അകത്ത് ആവാം എന്ന് ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവിടെ. ഈ സിനിമയുടെ ഈ പറയുന്ന ചെന്നൈയിലുള്ള പ്രൊഡക്ഷൻ ഹൗസിന് കൊടുത്തേക്കുന്ന ബഡ്ജറ്റിന്റെ കോപ്പി ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇനി അടുത്തത് സിനിമ തുടങ്ങി, സിനിമ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ബാറ്റ കഴിയുന്നു. ഈ 2 കോടി രൂപ +1 50, 3,000 രൂപയിലാണ് ഈ പടം ഓടിക്കൊണ്ടിരിക്കുന്നത്.
ആദ്യത്തെ പാർട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഇദ്ദേഹം പറഞ്ഞു പൈസ തീർന്നു, ഇനി നമുക്ക് അടുത്ത പൈസ റെഡിയാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അപ്പോഴും ചോദിക്കും, ചേട്ടന്റെ ഒരു ബിസിനസ് ഡീൽ വരാനില്ലേ, അത് ലേറ്റ് ആവും, എന്താ ചെയ്യുക എന്ന് ചോദിക്കുമ്പോൾ ഇതേ ചെന്നൈയിലുള്ള പ്രൊഡ്യൂസേഴ്സിനെ വിളിച്ചിട്ട് 2 കോടിയും കൂടെ വേണമെന്ന് പറയുന്നു. അവർ ഓഫർ ചെയ്ത 6 കോടിയിൽ വീണ്ടും 2 കോടി ചോദിക്കുന്നു, 4 കോടി തരുന്നു. 20 ദിവസം കഴിയുമ്പോൾ വീണ്ടും അവരോട് നിന്ന് 2 കോടി വാങ്ങിച്ചിട്ട് 6 കോടി രൂപ GST കട്ടയുള്ള 6 കോടി രൂപ അവർ കൊടുക്കുകയാണ്. അന്നേരം അവർ ഞങ്ങളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ദെൻ വൈ ദർ ഇസ് എൻ അതർ പ്രൊഡ്യൂസർ എന്ന് ചോദിച്ചു. ഇത് ഞങ്ങൾ പൈസ തന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തിനാണ് വേറൊരു പ്രൊഡ്യൂസർ, ബാക്കിയായിട്ട് ഞങ്ങൾ ചെയ്താൽ പോരെ എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഇനിയും ഈ പടത്തിൽ കോ പ്രൊഡക്ഷനായിട്ട് ഞങ്ങളില്ല, ഞങ്ങളിത് ഫിനാൻസ് ചെയ്യാം, ഇൻട്രസ്റ്റ് സൈഡ് തിരിച്ചു തന്നാൽ മതി എന്ന് പറയുകയും മുരളിച്ചേട്ടൻ ഓക്കെ പറയുകയും ചെയ്തു. കുഴപ്പമില്ല, ഞാൻ മാത്രം മതി പ്രൊഡ്യൂസർ, ബാക്കി പൈസ ഞാൻ കൊണ്ടുവരാം എന്ന് പറയുകയും ഈ പറഞ്ഞ പ്രൊഡക്ഷൻ കമ്പനീനെ ഫിനാൻസ് ആക്കി മാറ്റുകയും പിന്നീട് വന്ന പോസ്റ്റേഴ്സിൽ അവരുടെ പേരുമില്ല, സൈഡിൽ എംബ്ലം മാത്രം വെക്കുകയുണ്ടായത്. പിന്നീട് അദ്ദേഹം ഈ പടം തീരുന്ന സമയമായപ്പോഴത്തേക്ക് കുറച്ച് പൈസ കൊണ്ടുവന്നത്, ഏകദേശം എൻ്റെ ഒരു കണക്ക് കറക്റ്റ് ആണെങ്കിൽ 3.5-4 കോടിയോളം അദ്ദേഹം പല സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് പല സമയത്തായിട്ട് ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ശേഷം പടം തീർന്നു. ഈ പടം തീർന്നു കഴിയുമ്പം സിനിമ അറിയുന്നവർക്കും സിനിമ ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം, ആർട്ടിസ്റ്റുകൾ ഡബ് ചെയ്യണമെങ്കിൽ അവരുടെ സാലറി സെറ്റിൽ ചെയ്യണം. ഈ സിനിമയിലെ ഒരു ആർട്ടിസ്റ്റിന് പോലും അദ്ദേഹം സാലറി സെറ്റിൽ ചെയ്തിട്ടില്ല. ഇന്നലെ അദ്ദേഹം മീഡിയയോട് പറഞ്ഞു, ഇതിൽ അഭിനയിച്ച പല നടന്മാരും വിളിച്ചിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, എനിക്ക് പൈസ വേണ്ട ചേട്ടാ, ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞത്. ഞാൻ എഴുതി വെച്ചുതരാം, ഇതിൽ അഭിനയിച്ച നടന്മാരുടെ എല്ലാം ഡീറ്റെയിൽസ് നിങ്ങൾക്കുണ്ടല്ലോ, നിങ്ങൾ അവരെയൊക്കെ പേഴ്സണലി വിളിച്ചിട്ട് ചോദിക്കുക ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഇന്ന് അദ്ദേഹം ഒരു അലിഗേഷൻ പറയുകയാണ്, ഞാനും വിഷ്ണുവും 7 കോടി രൂപയോളം അദ്ദേഹത്തെ പറ്റിച്ചു, ഞങ്ങൾ കള്ളനാണ്. ആ സ്റ്റേറ്റ്മെന്റ് ആണ് പുള്ളി പിൻവലിക്കേണ്ടത്. എന്താണ് പറ്റിച്ചതെന്ന് ഇന്നലെ എനിക്ക് തോന്നുന്നു മീഡിയ വണ്ണാന്ന് തോന്നുന്നു, മീഡിയ വണ്ണോ അത് ബിഗ് TV ആണല്ലോ, അത് ചോദിച്ചപ്പോൾ അദ്ദേഹത്തോട് എടുത്തു ചോദിച്ചു, അഭിലാഷ് പിള്ള എന്താണ് പറ്റിച്ചത്. അദ്ദേഹം പറഞ്ഞു, പറ്റിച്ചതെന്ന് വെച്ചാൽ സിനിമ കഴിഞ്ഞ് എന്നെ വിളിക്കുമായിരുന്നു, കുറച്ചുകൂടെ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വേറെ പടത്തിന് പോയെന്ന്. ഞാൻ പിന്നെ പുള്ളിയുടെ വീട്ടിൽ പോയിരിക്കണം, എനിക്കടുത്ത പടം ചെയ്യണ്ടേ, എനിക്ക് എന്റെ കഴിവ് നോക്കണ്ടേ. ഇനിയും അടുത്ത കാര്യം, സുമതി വളവ് എന്നൊരു സിനിമ, ഒക്കെ ലാഭവും നഷ്ടവും അവിടെ നിൽക്കട്ടെ, നഷ്ടമാണെന്ന് വെച്ചു. നഷ്ടമാണെങ്കിൽ മലയാള സിനിമയിലെ ആദ്യത്തെ നഷ്ടം വന്ന സിനിമയാണോ സുമതി വളവ്? ഇദ്ദേഹത്തിന് ആത്മഹത്യ ചെയ്യാൻ വന്നൊരു വീഡിയോ കണ്ടു, ഓക്കെ, അതിൽ എനിക്കും വിഷമമുണ്ട്, ഞാൻ അദ്ദേഹത്തെ ആ കാര്യത്തിന് വിളിച്ച ആളുമാണ്. ഇത് ആദ്യത്തെ വീഡിയോ ആണെന്നാണോ നിങ്ങളുടെ വിചാരം? ഇതുപോലത്തെ വീഡിയോസ് വേറെ ഉണ്ട്. ഒരു വീഡിയോ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ, വീഡിയോ മാത്രമല്ല, ലൈവായിട്ട് അത് കണ്ട ആളുണ്ട് ഇവിടെ, അദ്ദേഹം പറയും, സംസാരിക്കും. ഇത് മുരളിച്ചേട്ടനെ വ്യക്തിഹത്യ ചെയ്യാനായിട്ടോ അല്ലെ മുരളിച്ചേട്ടനെ മോശമാക്കാനോ വേണ്ടിയല്ല. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മോശമാവാം, എനിക്കറിയില്ല, അദ്ദേഹം തന്നെ പറയുന്നത് മോശമാണ്. പക്ഷെ കയ്യിൽ 5 പൈസ എടുക്കാനില്ലാത്ത ഒരു പ്രൊഡ്യൂസർ 2 ആഴ്ച മുന്നേ ചെന്നൈയിൽ പോയി അദ്ദേഹത്തിന്റെ ഒരു സിനിമയുടെ റീമേക്ക് ചെയ്യാൻ നായകൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. വെള്ളം തമിഴിലേക്ക് റീമേക്ക് ചെയ്യാൻ അദ്ദേഹം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. ആത്മഹത്യ നിൽക്കുന്ന പുള്ളിക്ക് ആ പൈസ എടുത്തു വെച്ചിട്ട് ജീവിച്ചൂടെ കുറച്ചു കാലത്തേക്ക്? എന്തിനാണത് ചെയ്തത്? ആ അഡ്വാൻസ് വാങ്ങിച്ച നായകൻ അദ്ദേഹത്തിന്റെ സുഹൃത്തു കൂടെയാണ്. അദ്ദേഹം എന്നെ വന്ന് ഞങ്ങൾ മീറ്റ് ചെയ്തു, എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ആ പടം ചെയ്യും, കാരണം സുമതിയോട് അദ്ദേഹത്തിന് നഷ്ടമാണെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തെങ്കിലും ചെയ്ത് ആ പടം തമിഴിൽ വർക്കാവും, ഉറപ്പായിട്ടും ആ സിനിമ തമിഴിൽ വർക്കാവുന്ന സിനിമയാണ്. ആ സിനിമ ചെയ്ത് ഒന്ന് സെറ്റാകും. അപ്പം എൻ്റെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, ബാക്കി പൈസ ആയിട്ടില്ലെന്ന് തോന്നുന്നു പറഞ്ഞു. ഞാൻ മുരളിച്ചേട്ടനെ വിളിച്ചിട്ട് മുരളിച്ചേട്ടാ, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കും, ചെന്നൈക്ക് വാ, ഈ പടത്തിന് എത്ര രൂപ ചിലവെന്ന് വെച്ചാൽ അത് നമുക്ക് റെഡിയാക്കാം, ഈ പടം നിങ്ങൾ ചെയ്യും, ഞാൻ കൂടെ നിൽക്കാന്ന് പറഞ്ഞു. അതിനുശേഷം ഈ വീഡിയോ വരുന്നതിന്റെ ഒരു 3 ദിവസം മുന്നേ ഇദ്ദേഹത്തിന് ഞാൻ വിളിക്കുകയും, ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്, ഇതെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്ന അവരാണ്. സുമതി വളവ് 2 ചെയ്യാൻ വേണ്ടി അന്ന് തൊട്ട് ചോദിക്കുകയാണ്. ഓക്കെ, സുമതി 2 ഞാൻ പറഞ്ഞു, ചേട്ടാ അതിന് നമുക്ക് ചെയ്യാം, ചേട്ടൻ ധൈര്യമായിട്ട് നമുക്ക് ഫണ്ടുകൾ ചെയ്യാം. സുമതി വളവ് 2 ഒരു കച്ചവട വാല്യൂ ഉണ്ട്. അത് ചെന്നൈയിലൊരു പ്രൊഡക്ഷൻ കമ്പനി എൻ്റെ അടുത്ത് ചോദിക്കുകയും അതിന്റെ IP അടക്കം വാങ്ങിക്കാൻ തയ്യാറാവുന്ന പറയുമ്പോൾ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, ചേട്ടാ ധൈര്യമായിട്ടിരിക്കും, ചേട്ടനെ കൂടി ഇന്നായിക്കൊണ്ട് ഈ പടം ചെയ്യാം, ചേട്ടനൊരു പ്രോഫിറ്റ് ഷെയർ കിട്ടും എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷെ ഒറ്റ രാത്രിയോടെ ഇത് മാറി മാറുന്നത് എന്ത് അത്ഭുതത്തിന് പുറത്താന്നുള്ള കാര്യം ഇതിന് പിന്നീട് ഇതിന്റെ സെക്കൻഡ് സ്റ്റേജ് ഞാൻ സംസാരിക്കാം. അത് ഇവിടെ നിന്ന് വന്നുള്ള ഇതാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഇദ്ദേഹം കുറച്ചു മുന്നേ പറഞ്ഞ വിഷ്ണുവിന് സംവിധാനം അലിഗേഷൻസ് ആണ്, വിഷ്ണുവിന് സംവിധാനം അറിയില്ല, അത് പുള്ളി പിന്നീട് അറിയുന്നു. വിഷ്ണുവിന്റെ വാളിയപ്പുറം സംവിധാനം ചെയ്ത് ഉണ്ണിയാന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, സംവിധാനം അറിയാത്ത ഒരു സംവിധായകനാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം എന്തിനാണ് സുമതിയുടെ 2 ചെയ്യാൻ തയ്യാറായത്? അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അതിനുശേഷം വിഷ്ണുവിനെ കണ്ടിട്ടില്ല, വിഷ്ണു വിളിച്ചിട്ടില്ല എന്ന് പറയുന്നു. അദ്ദേഹത്തിന് അതിനുശേഷം എത്രയോ തവണ ഹയാത്ത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഇത്രയും പൈസ ഇല്ലാത്ത ഒരാള് ഹയാത്തിനെ താമസിക്കൂ, അദ്ദേഹത്തിന്റെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്. നിങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി വ്യക്തിപരമായ എത്ര ഇപ്പൊ എനിക്കറിയാം.
വെള്ളം സിനിമ വെള്ളം സിനിമ നഷ്ടം വന്ന സിനിമയാണ്. അതിന്റെ യഥാർത്ഥ പ്രൊഡ്യൂസേഴ്സ് ജീവിച്ചിരിപ്പുണ്ട്. അവർ വേണമെങ്കിൽ പ്രസ് മീറ്റിന്, ഇനി അടുത്ത പ്രസ് മീറ്റിന് വേണമെങ്കിൽ അവർ വരാമെന്ന് പറയുന്നുണ്ട്. നദികളിൽ സുന്ദരി യമുന ആരാണ് പ്രൊഡ്യൂസർ? അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ജീവിച്ചിരിപ്പുണ്ട്. ഇപ്പൊ ഞാൻ പറയുന്നു, ഈ സുമതിയോളവിന്റെ പ്രൊഡ്യൂസർ പുള്ളി മാത്രമാണ്. ഒരിക്കലും ഞാൻ പറയും പുള്ളി മാത്രമല്ല. നദികളിൽ സുമതിയോളവിന്റെ പ്രൊഡക്ഷൻ പേര് നോക്കിയാൽ മതി. പ്രൊഡക്ഷൻ പേരിൽ വേറെ പേരുണ്ട്. അദ്ദേഹത്തിന് 7 കോടി നഷ്ടം വന്നു പറയുന്നു. നോക്കി, 7 കോടി നഷ്ടം വന്ന് അദ്ദേഹം തെളിയിക്കട്ടെ. ഇത് വായിക്കൊണ്ട് പറയലല്ല. ഇവിടെ ഒരു അസോസിയേഷൻ ഉണ്ട്, ഇവിടെ ഒരു ഓഡിറ്റിംഗ് ചെയ്യാൻ ആളുകളുണ്ട്. ആ സിനിമയുടെ ചെലവുകൾ ചെയ്യട്ടെ, പറയട്ടെ. പിന്നെ ഒരു സിനിമയുടെ കണക്ക് പറയേണ്ട മറ്റൊരാൾ പ്രൊഡക്ഷൻ കണ്ടോളാണ്. ഇനി പ്രസ് മീറ്റിൽ അദ്ദേഹം ഇല്ല. മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ 7 കോടി രൂപ ബഡ്ജറ്റ് പടത്തിന് ഇടയ്ക്ക് വെച്ച് ഡബിളായി എന്നുള്ളൊരു ന്യൂസാണ് പല മാധ്യമങ്ങളിൽ കാണാനിടയായി. കൃത്യമായി ഒരു മാസം മുമ്പ് തന്നെ 14 കോടി അടുത്ത് അല്ലെങ്കിൽ അതിന് മേളിൽ ഏകദേശം ഒരു 1 CR കൂടുതൽ ബഫർ ഇട്ടിട്ട് തന്നെയാണ് ബഡ്ജറ്റ് മുരളിച്ചൊക്കെ എടുത്ത് പ്രസന്റ് ചെയ്യുന്നത്. ഈ പടത്തിന് ഇത്രയും ദിവസമാവും, 90 ദിവസം. ഇതിലിപ്പോ പിച്ച് ഡെക്കിൽ നമ്മൾ 85 ദിവസമാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ 90 ദിവസമാവും. പ്രൊഡക്ഷൻ കൺട്രോളർ ആയിട്ടുള്ള സുനിൽ സിംഗിനും ഗിരീഷ് കൊടിനല്ലൂരും ഈ കാര്യം വ്യക്തമായി അവരുടെ സാന്നിധ്യത്തിൽ തന്നെ പ്രൊഡ്യൂസറിനെ അറിയിച്ച കാര്യമാണ്. ഒരു മാസം പോരെ നമുക്ക് ഈ പടം എങ്ങനെയാണെങ്കിൽ മുന്നോട്ട് ചെയ്യേണ്ട, എൻ്റെ കയ്യിൽ ഇത്രയുമാണ് എന്ന് പറഞ്ഞു നിൽക്കാനായിട്ട്. ആള് എന്നെയും അഭിലാഷേട്ടനെയും കൂട്ടി ദുബായിൽ എൻ്റെ അമ്മേൻ്റെ കെയർ ഓഫിലുള്ള കുറേ ആൾക്കാരെ പോയി കാണാനായിട്ട് പ്രേരിപ്പിക്കുകയും അവർക്ക് ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്ക് വന്നപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസും കിട്ടിയിട്ടില്ല. അപ്പോൾ തന്നെ എൻ്റെ അമ്മ തന്നെ എന്നോട് പറഞ്ഞു, എടാ ഇത് വേണോ, ഇയാളെ പറ്റി അത്രയും നല്ല വെടിപ്പായിട്ടുള്ള എല്ലാ അറിയണമെന്നുള്ള കാര്യം അമ്മ ഉൾപ്പെടെ പറഞ്ഞു. പക്ഷെ എന്നിട്ടും സ്വന്തം ഒരു ജ്യേഷ്ഠനെ പോലെ തന്നെ നമ്മൾ കൂടെ നിർത്തി. കാരണം അദ്ദേഹത്തിന് ഉണ്ടായ കഴിഞ്ഞ സിനിമയിൽ ഉണ്ടായ വലിയ വലിയ നഷ്ടങ്ങളും എന്നെ പറ്റിച്ച കുറേ ആൾക്കാരുടെ കണക്കും അന്നേരം നമ്മളെ പറഞ്ഞ് എന്താ പറയുക, ടോട്ടലി മാനിപ്പുലേറ്റ് ചെയ്തിരുന്നു എന്നെയും എൻ്റെ റൈറ്ററിനെയും. 7 കോടി ബഡ്ജറ്റ് എന്ന് പറഞ്ഞ് ഞാൻ സുമതിയോളവ് സിനിമ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൃത്യമായി 14 കോടി 15 കോടിക്കുള്ളിൽ ഫസ്റ്റ് കോപ്പി ആവും എന്നുള്ള വ്യക്തമായ ധാരണ കൊടുത്തിട്ടാണ് അതിനുള്ള തെളിവ് ഓൾറെഡി നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ തിങ് സ്റ്റുഡിയോസിൽ പോയ കാര്യമൊക്കെ പറഞ്ഞ് പറഞ്ഞ പകുതി കാര്യം നിങ്ങൾ പറഞ്ഞിരിക്കും. പിന്നെ എനിക്ക് റീസെന്റ് ആയിട്ട് ഞാൻ പുള്ളിയുടെ ഒരു പരാതി ഇന്നലെ പറഞ്ഞ് ഞാൻ കേട്ടു. അതായത് സുമതിയോളവ് ഇറങ്ങിയതിന് ശേഷം ഞാൻ പിന്നെ അദ്ദേഹത്തിനെ ഇതുവരെ റീച്ച് ഔട്ട് ചെയ്തില്ല. സുമതിയോളവ് റിലീസായതിനു ശേഷം ഫസ്റ്റ് ഡേ തന്നെ നിങ്ങൾക്ക് തന്നെ അറിയാം എത്രമാത്രം ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരുടെ ഒരു PR ടീം, അതായത് നമ്മൾ പല ആൾക്കാരുടെയും ഒപ്പീനിയൻസ് മാനിക്കുന്നുണ്ട്. സുമതി ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്. പക്ഷേ ഫോഴ്സ്ഫുൾ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ഉണ്ടായതിന്റെ വ്യക്തമായ തെളിവ് നമ്മുടെ കയ്യിൽ കിട്ടി. അതിന്റെ എല്ലാം ഉത്തരം കുറച്ച് കഴിഞ്ഞാൽ അഭിലാഷേട്ടൻ അത് പറയുന്നതായിരിക്കും. താഴെ പോകേണ്ട പടം നമ്മൾ കേരളത്തിലെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഓടി നടന്ന് പ്രൊമോഷൻ ചെയ്ത് വീണ്ടും പൊക്കി കൊണ്ടുവന്ന് ഇന്നിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇന്നലെ മുരളിച്ചേട്ടൻ കാണിച്ച വീഡിയോ തന്നെ കിട്ടുന്നുണ്ട്. അതിന്റെ റവന്യൂ എത്രയാണ് വന്നിട്ടുള്ളത്. പിന്നെ എനിക്ക് സംവിധാനം അറിയില്ല എന്നുള്ളൊരു പ്രസ്താവന. പിന്നെ എന്തിനാണ് ചേട്ടാ എന്നെ സുമതിയോളവ് സെക്കൻഡ് ചെയ്യാനായിട്ട് നിങ്ങളെ വിളിക്കുന്നത്? പിന്നെ എന്തിനാണ് സുമതിയോളവ് മാത്രമല്ല, സെക്കൻഡ് അല്ല, എൻ്റെ ഒരു സുഹൃത്തിന്റെ കഥയായിട്ട് ഒരു ഐഡിയ പറഞ്ഞപ്പോൾ എന്നെ വിളിച്ചു വരുത്തി. എന്നെയും ആ സുഹൃത്തിനും അദ്ദേഹത്തിന്റെ വൈറ്റ്ലയിൽ ഉണ്ടായിരുന്ന ഒരു ഓഫീസുണ്ട്, അവിടെ വെച്ചിട്ട് എനിക്ക് അദ്ദേഹം ഒരു അഡ്വാൻസ് തരികയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ നിലവിലുള്ള പടത്തിന്റെ പൈസ ഇപ്പോഴും കിട്ടിയിട്ടില്ല ചേട്ടാ. അതായത് എനിക്ക് ഏകദേശം എൻ്റെ ഒരു കണക്ക് പ്രകാരം പുള്ളി ബാങ്ക് വഴി ഒരു 14-15 ഇടയിൽ ഒരു എമൗണ്ട് ആണ് എനിക്ക് ബാങ്ക് വഴി. അതിൽ പകുതിയും പോസ്റ്റ് പ്രൊഡക്ഷന്റെ എക്സ്പെൻസ് ആണ്. ഒരു പ്രൊഡക്ഷൻ പ്രൊവൈഡ് ചെയ്യേണ്ട പോസ്റ്റ് പ്രൊഡക്ഷന്റെ എക്സ്പെൻസ് ആണ് പുള്ളി അതിൽ സാലറി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രീ പ്രൊഡക്ഷന് നമുക്കൊരു താമസ കാര്യവും എല്ലാം പുള്ളിക്കാരും തന്നിരുന്നു. ഏകദേശം 6 മാസത്തോളം അതിന് മേളിൽ ഉണ്ടായിരുന്നു. കാരണം നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രീ പ്രൊഡക്ഷൻ ആദ്യം സുമതിയോളവിന് മാത്രമായിരുന്നില്ല, ജിങ്കിൾ ബെൽസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രീ പ്രൊഡക്ഷൻ ടൈം ഉണ്ടായിരുന്നത്. പോസ്റ്റ് പ്രൊഡക്ഷന് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോയിട്ട് വരായിരുന്നു ചെയ്തത്. എനിക്ക് ഈ പറഞ്ഞ പോലെ വലിയ കാറോ 2 പടമായി ഞാൻ ഇപ്പോഴും ഒരു ബൈക്കും ഊബറും വെച്ചിട്ടാണ് ഇപ്പോഴും വരുന്നത്. സാമ്പത്തികമായി വളരെ ഒന്നും നേടിയിട്ടില്ല സിനിമ സത്യം പറഞ്ഞാൽ. ഇപ്പൊ കുറച്ച് ചീത്ത പേരും ആൾക്കാരുടെ മുമ്പിൽ കള്ളങ്ങളുള്ളൊരു അഡ്രസ്സ്. സിനിമ അറിയാത്ത
പ്രൊഡ്യൂസർമാർ ഇപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഞാൻ കൂടുതൽ അതിനെ പറ്റി ഇപ്പോൾ കമന്റ് ചെയ്യുന്നില്ല. സിനിമ അറിയാവുന്ന പ്രൊഡ്യൂസേഴ്സ് എൻ്റെ കഴിഞ്ഞ 2 പടത്തിലുണ്ട്. അവരെന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ വാലിഡിറ്റി വെച്ചിട്ട് വേണം നിങ്ങൾ ഓരോ ഇതും തീരുമാനങ്ങൾ എടുക്കാനായിട്ട്. അപ്പോൾ അതൊരു റിക്വസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. വൺ സൈഡ് ആയിട്ടുള്ള ന്യൂസിന് ഒന്നും വലിയ പ്രസക്തി കൊടുക്കരുത്. 2 സൈഡും എന്താണെന്ന് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഞാനിത് എല്ലാ മീഡിയാസിനോടല്ല, ജനുവനായി നിന്ന മീഡിയാസിനെയും ഇതിനിടയ്ക്ക് നമ്മൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. ഞാൻ എൻ്റെ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ തമിഴിൽ പോയിട്ടുണ്ടായിരുന്നു. തന്ത്ര ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ്സിന്റെ പ്രൊഡക്ഷൻ്റെ കീഴിലാണ്